നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ യുവൻറ്റസിനോട് പൊട്ടിയിരിക്കുന്നു ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. എന്നാലും പെപ്പിൻ്റെ ടീമിന് ഇങ്ങനെയൊരു ഗതി, അതും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ആരും നനച്ചിരിക്കില്ല. തുടർച്ചയായ 3ാമത്തെ മത്സരമാണ് ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് വിജയിക്കാനാവാതെ മടങ്ങിപ്പോവേണ്ടി വരുന്നത്. പെപ് ഗാർഡിയോളയുടെ മാനേജീരിയൽ കരിയറിൽ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണ്. 2 ഗോളുകൾക്ക് യുവൻറ്റസ് വിജയിക്കുമ്പോൾ ബ്ലഹോവിച്ചും മെക്കന്നിയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. യുവൻറ്റസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ എർലിംഗ് ഹാലൻഡ്, ഡോക്കു, ഡിബ്രൂയിനെ, ബെർണാഡോ സിൽവ എന്നിവരെയൊക്കെ മുന്നേറ്റങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചുകൊണ്ടാണ് കോച്ച് ടീമിനെ ഇറക്കിയത്. മറുഭാഗത്താവട്ടെ ബ്ലഹോവിച്ചും എൽഡിസും കൂപ്മൈനേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് യുവൻറ്റസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. മത്സരത്തിൽ സിറ്റി ആധിപത്യം പുലർത്തുന്നു. പക്ഷെ ക്ലിനിക്കലായിരുന്നു യുവൻറ്റസ് എന്നുള്ളതാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായ മത്സരത്തിൽ 83ാമത്തെ മിനിറ്റിൽ ബ്ലഹോവിച്ചിൻ്റെ ഗോൾ യുവൻറ്റസിന് ലീഡ് നേടിക്കൊടുത്തു. 75ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോളാണ് വെസ്റ്റൻ മെക്കന്നി നേടിയത്. അതോടുകൂടി യുവൻറ്റസ് വിജയം ഉറപ്പാക്കുകയായിരുന്നു. 2-0 വിജയം നേടിയതോടുകൂടി യുവൻറ്റസിന് ഇപ്പോൾ ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 കളികളിൽ നിന്ന് 11 പോയിൻ്റായി. അവർ 14ാം സ്ഥാനത്താണെങ്കിൽ സിറ്റി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. 22ാം സ്ഥാനത്ത്. അതായത് എലിമിനേഷൻ സോണിലാണുള്ളത്. 24നും താഴേക്ക് എങ്ങാനും വീണ് പോയാൽ അവർക്ക് റൗണ്ട് ഓഫ് 16 വേണ്ടിയുള്ള പ്ലേ ഓഫ് പോലും കിട്ടില്ല എന്നർത്ഥം. 6 കളികളിൽ നിന്ന് സിറ്റി ജയിച്ചത് 2 കളികൾ. 2 ജയം, 2 സമനില, 2 തോൽവി. സിറ്റിക്ക് ആകെയുള്ളത് 8 പോയിന്റുകൾ. പരിതാപകരമായ അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.